എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1000 രൂപയ്ക്കുള്ളിൽ ബിഗ് ബില്യൺ ഡേയ്സിൽ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന ഒരു നെക്ക് ബാൻഡ് അല്ലെങ്കിൽ TWS ഏതാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 1000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു നെക്ക് ബാൻഡ് ആയാലും അത് ഇയർബഡ് ആയാലും ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കുറേ അധികം പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ അതിന് ഏതാണ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന അവിടെയാണ് ആ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകുന്നത്. എന്തായാലും നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് കോളിങ്ങിനായിരിക്കാം, കൂടാതെ പാട്ട് കേൾക്കാനും ആയിരിക്കാം. എന്നാൽ കുറച്ച് കൂട്ടുകാർ ഈ ഒരു ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം, കൂടാതെ മ്യൂസിക് ക്വാളിറ്റി, അതേപോലെ തന്നെ ലോ ലേറ്റൻസി മോഡ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നതിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന പ്രോഡക്റ്റുകളിൽ എന്തെങ്കിലും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് പറയും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിലൊന്ന് ചൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് ബാൻഡ് നോക്കുവാണെങ്കിൽ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ 1499 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇപ്പോൾ അത് വെറും 999 രൂപയ്ക്ക് ലഭ്യമാകും. അത്യാവശ്യമല്ല നല്ലൊരു ഡീലാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ഒരു 1000 രൂപയ്ക്കുള്ളിൽ. കാരണം 11.2 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് വരുന്നുണ്ട്, കൂടാതെ 17 hours ടോട്ടൽ പ്ലേ ടൈമും 10 മിനിറ്റ് നമ്മൾ ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റും. അതേപോലെ തന്നെ നമുക്ക് മാഗ്നറ്റിക് കൺട്രോൾ ഇവിടെ ഉണ്ട്. അതായത് നമ്മളുടെ ഇയർബഡുകൾ ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇയർബഡ് ഓൺ ആയിട്ട് നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും, അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ആകും. ആ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ബാറ്ററി സേവ് ചെയ്യാനായിട്ട്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും 88 ms ലോ ലേറ്റൻസി മോഡും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ AAC കോഡക്ക് സപ്പോർട്ടഡ് ആണ് ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിൽ. ഉറപ്പായിട്ടും നിങ്ങളൊരു ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ 20 to 100 ms ഉള്ളിലുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും വാങ്ങിക്കുന്നത് നല്ലത്. എന്തായാലും ഇതിനകത്ത് നമുക്ക് ഒരു 88 ms ആ ലോ ലേറ്റൻസി മോഡുണ്ട്. ഒരൊറ്റ കളർ മാത്രമാണ് നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാകുന്നത്. ബാക്കി ബ്ലൂ, ഗ്രീൻ എന്നിങ്ങനെ രണ്ട് കളേഴ്സും ആമസോണിൽ മാത്രമാണ് ലഭ്യമാകുക. ഇവിടെ പക്ഷേ ഈ ഒരു യെല്ലോ കളർ മാത്രം. അതുകൊണ്ട് തന്നെ യെല്ലോ മതിയെങ്കിൽ മാത്രം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഇനി അതേപോലത്തെ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസോ വയർലെസ്. ഓൾറെഡി നമ്മുടെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസോ വയർലെസ്സും അതുപോലെ തന്നെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയും കമ്പാരിസണും. അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു ഈ ഒരു AAC കോഡൊക്കെ നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിൽ സപ്പോർട്ട് ആകുമ്പോഴത്തേക്ക് ഡിസോ വയർലെസ്സിൽ SBC മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മ്യൂസിക് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിലായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ഇങ്ങനെ 4 കളേഴ്സിൽ ലഭ്യമാകും ഡിസോ. നിങ്ങൾക്ക് ഡിസോ ബ്രാൻഡ് വേണം അല്ലെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒരു കളർ വേണം, AAC പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസോ വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ വാങ്ങിക്കാം. ഈ രണ്ട് പ്രോഡക്റ്റുകളാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം, കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടണം, എന്നാൽ ആ ഒരു ഗെയിം ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിൻ്റെ റോക്കേഴ്സ് 333 1499 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, 1299 രൂപയുള്ളൂ ഇതിന് ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. എന്നാൽ ഇപ്പോൾ നമുക്കത് 999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിലൂടെ ലഭ്യമാകും. 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സും കൂടാതെ 30 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂർ. അതായത് ടോക്കിംഗ് പേർപ്പസ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ മൂവീസ് കാണുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഉദ്ദേശം, ഒരു ലോങ് ടൈമിനുള്ള രീതിക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം എന്നുള്ളതാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ ഇതിനകത്തുണ്ട്. 3 കളേഴ്സിൽ ലഭ്യമാകും, ആക്റ്റീവ് ബ്ലാക്ക്, ചെറി ബ്ലാക്ക്, അതേപോലെ തന്നെ നേവി ബ്ലൂ. ബ്രൈഡഡ് ആണ് ഈ ഒരു കേബിൾ, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പൊട്ടിപ്പോകാനായിട്ട് ചാൻസസ് ഇല്ല. ഇതേ സെയിം സ്പെക്ക് വെച്ചിട്ടാണ് മറ്റൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്നത് 330. എന്നാൽ അതിനകത്ത് ആ ഒരു ബ്രൈഡഡ് കേബിൾ അല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. ഈ രണ്ട് പ്രോഡക്റ്റുകളും ഓൾറെഡി നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണ്, വേറെ ഒരു AACയിൽ പോലും അങ്ങനെ ഒരു വ്യത്യാസമേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റോക്കേഴ്സ് 333 പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് 1000 രൂപ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ റോക്കേഴ്സിൻ്റെ ഈ ഒരു ബോട്ടിൻ്റെ തന്നെ 255 അല്ലെങ്കിൽ 235 ഒക്കെ പോവുക. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 1000 രൂപയ്ക്ക് ഈ ഒരു ബോട്ടിൻ്റെ 333 തന്നെ വാങ്ങിക്കുക. ഇനി ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ ഡിസോ ഗോപോഡ്സ് D 1399 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്കതിപ്പോൾ 999 രൂപയ്ക്ക് ലഭ്യമാകും. 10 mm
ബേസ് ബൂസ്റ്റ് പ്ലസ് ഡ്രൈവേഴ്സും കൂടാതെ 20 hours ആണ് ടോട്ടൽ പ്ലേ ടൈം, 5 hours സിംഗിൾ ചാർജിൽ കിട്ടും. അതേപോലെ തന്നെ 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുന്നത് നമുക്ക് 120 മിനിറ്റ് കിട്ടുന്നതാണ്. 110 mAh ഒരു ലോ ലേറ്റൻസി മോഡാണ് ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുക. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ നമുക്കിതിൽ കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഡിസോ ഗോപോഡ്സ് ഡിയും അതുപോലെ തന്നെ റിയൽമി ബഡ്സ് Q2 നിയോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കുറേ പേര് എന്നോട് ചോദിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഉള്ള ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ 110 mAh ലോ ലേറ്റൻസി ഡിസോ ഗോപോഡ്സ് ഡിയിൽ ലഭ്യമാകുമ്പോൾ 88 mAh ലോ ലേറ്റൻസി നമ്മുടെ റിയൽമി ബഡ്സ് Q2 നിയോയിൽ ലഭ്യമാകുന്നു. 1599 രൂപയാണ് റിയൽമി ബഡ്സ് Q2 നിയോയുടെ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്ക് 999 രൂപയ്ക്ക് കിട്ടും. ഇതിനകത്ത് ഉറപ്പായിട്ടും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് റിയൽമി ബഡ്സ് Q2 നിയോ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി അതല്ല ഡിസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ഏതായാലും ഗെയിം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഗെയിം കുഴപ്പമില്ല. 110 mAh എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ല. എന്നാലും നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ആ ഒരു 88 mAh തന്നെയാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ് നമുക്ക് ഗെയിമുകൾ കളിക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളും വേണ്ട, റിയൽമിയും വേണ്ട അതേപോലെ തന്നെ ഡിസോയും വേണ്ട എന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എയർഡോപ്സ് 381 ആയിരിക്കും. കാരണം 1999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 999 രൂപയ്ക്ക് ലഭ്യമാകും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിൽ 1499 രൂപയായിരുന്നു. ഈ 999 rupees നമുക്ക് ലഭ്യമായ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എയർഡോപ്സ് 402 ആയിരുന്നു. 402-നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു 38 തന്നെയാണ്, 381 തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു ലോ ലേറ്റൻസി മോഡോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കോളിംഗ് പർപ്പസ് മാത്രമാണ് ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആ ഒരു എപ്പോഴും ആ ഒരു നല്ല രീതിക്ക് ഒരു ഡിലേ ഇല്ലാത്ത രീതിക്ക് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ലാഗ് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 7mm മൂവിംഗ് കോയിൽ ഡ്രൈവേഴ്സാണ് ഇതിൽ ലഭ്യമാകുന്നത്. കൂടാതെ 20 hours ടോട്ടൽ പ്ലേ ടൈമും 4 മണിക്കൂർ ഒരു സിംഗിൾ ചാർജിലും ഒക്കെ ലഭ്യമാകും. IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഒരു റിയൽമി ഗോപോഡ്സിലൊക്കെ IPX4 നമുക്ക് ലഭ്യമാകുമ്പോഴത്തേക്ക് ബോട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും തന്നെ ആ ഒരു IPX5 ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 6 പ്രോഡക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യം സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇയർബഡുകളായാലും അതേപോലെ തന്നെ നെക്ക് ബാൻഡ് ആയാലും. ഇനി എയർബേസ് ഫ്രീപോഡ്സ് പ്രോ, എന്നാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചപ്പോഴത്തേക്ക് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആണ്. എന്നാൽ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പ്രോപ്പറായിട്ട് ചാർജ് ആകുന്നില്ല കേസിൽ വയ്ക്കുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ഇയർബഡ് ഓൺ ആയി റീസ്റ്റാർട്ട് ആവുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു പ്രോഡക്റ്റും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തന്നെ. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും വീണ്ടും പറയുന്നത് ഈ ഒരു 6 പ്രോഡക്റ്റുകളാണ് എന്നോട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ലഭ്യമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.